സത്യം പറഞ്ഞ ഈ ഒരു ന്യൂസ് കണ്ടിട്ട് ചങ്ക് പൊള്ളിപ്പോയി. ഒരു കുഞ്ഞുള്ള ഒരു വ്യക്തിക്ക് പോലും കണ്ടിരിക്കാൻ അല്ലെങ്കിൽ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഒരു കൊടുവാള് കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ പോലുള്ളവരൊക്കെ വെട്ടിക്കൊല്ലാനാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. ഒറ്റയടിക്ക് അതാ തോന്നുന്നത്. എല്ലാ അമ്മമാർക്കും അത് തന്നെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവും. എന്തിനാണ് ഈ അമ്മ ഈ ഒരു കൊച്ചു പൊടിക്കുഞ്ഞിനെ, ആ കുഞ്ഞൊന്നും അറിഞ്ഞിട്ടില്ല, അതിന് തെറ്റേതാ ശരിയേതാ ഒന്നും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഉള്ള മക്കളെ പോലെ നമുക്ക് തോന്നുന്നു. ഒരു 4 വയസ്സ് ആ കൊച്ചിൻ്റെ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പോലും മനസ്സില്ലാണ്ട് ഞാൻ കുറേ ദിവസമായിട്ട് എനിക്ക് പറ്റുന്നില്ല ആ വീഡിയോ കാണാനോ അതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാനോ എനിക്ക് താല്പര്യമില്ലാണ്ടായിപ്പോൾ. കാരണം നമ്മൾ ഈ വളർത്തുപോയി കുഞ്ഞുങ്ങളെ വളർത്തുപോയി ഈ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് പേടിയായി. ഇപ്പം ആരെങ്കിലും നമ്മുടെ മക്കളെ വന്ന് സ്നേഹത്തോടെ എടുക്കാൻ വന്നാൽ പോലും നമുക്ക് പേടിയാണ്, പാരൻസിന് പേടിയാണ്, എന്തായിരിക്കും എൻ്റെ മോളെ ഉപദ്രവിക്കുമോ, വേറൊരാളല്ലേ, എന്ത് വന്നാലും അന്യരല്ലേ. അതുകൊണ്ട് ദയവായിട്ട് മക്കളെയൊക്കെ ഇങ്ങനെ പുന്നാരിക്കാനൊക്കെ ചെല്ലുന്ന ആൾക്കാരുണ്ടല്ലോ, അകലെ നിന്നിട്ട് അവരെ ഹായ് ബായ് കാണിക്കുക, അത് മതി. അല്ലാണ്ട് ശരീരത്തൊന്നും തൊടുവോ പിടിക്കുകയൊന്നും വേണ്ട, അനുവദിക്കുകയും വേണ്ട. അച്ഛനമ്മമാർ എന്തിനാണ് അനുവദിക്കുന്നത്? ഒരാളുടെ അടുത്തും നമ്മുടെ മക്കൾ സേഫ് അല്ല, ഒരു സ്ഥലത്തും സേഫ് അല്ല. ഇപ്പോഴത്തെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുഞ്ഞുങ്ങളായിക്കോട്ടെ എന്ത് കുഞ്ഞായിക്കോട്ടെ, ഒരു മാസമായിക്കോട്ടെ ഒരു ദിവസം പ്രായമുള്ളതായിക്കോട്ടെ, ഒരു മിനിറ്റ് പോലും വേറൊരാളുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് അവരെങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചത് നിങ്ങൾ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത്. ഒരു 5 മിനിറ്റ് പോലും നിങ്ങളുടെ കൺമുമ്പിൽ കൂടെ അല്ലാണ്ട് നിങ്ങളുടെ മക്കളെ കൊണ്ട് നടക്കാൻ സമ്മതിക്കരുത്. അവർ നിങ്ങളുടെ കൺമുമ്പിൽ ഇരുന്ന് വളരട്ടെ, കുളിപ്പിക്കുന്നതാണെങ്കിലും ഡ്രസ്സ് മാറ്റുന്നതാണെങ്കിലും നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ നിങ്ങൾ മക്കളൊക്കെ ചെറിയ മക്കളാണ്, പൊടിക്കുഞ്ഞുങ്ങളാണ്. നമ്മളെ മക്കൾ അങ്ങനെ നമ്മൾ കാണുന്നത്. അയ്യോ 10, 20, 30, 40 വയസ്സായാലും നമ്മൾ അങ്ങനെയല്ലേ പറയുള്ളൂ, നമ്മുടെ കുഞ്ഞ്, നമ്മുടെ മോള് അല്ലെങ്കിൽ മോൻ അങ്ങനെ പറയത്തുള്ളൂ. പക്ഷേ മറ്റുള്ളവരെ കണ്ണതല്ലായിരിക്കും. അവർ ആ ഒരു വളർച്ചയെ അളക്കുന്നുണ്ടാവും. അവർ വേറെ രീതിയിലായിരിക്കും കാണുക. കാരണം അവരുടെ അമ്മയല്ല, അവരുടെ പെങ്ങളല്ല, അവരുടെ അനീതിയല്ല, അവരുടെ മകളല്ല, അപ്പോൾ വേറൊരാളാണ് അവർക്ക്. അത് ചെറിയ പ്രായമുള്ളവരായിക്കോട്ടെ വലിയ പ്രായമുള്ളവരായിക്കോട്ടെ, ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെ കാണണം. ഒരു സ്നേഹവും ഒരു സഹതാപവും ആരെയും ദയവായിട്ട് പ്രതീക്ഷിക്കേണ്ട. അത് മാത്രമല്ല, കുഞ്ഞുങ്ങളൊക്കെ കുളിപ്പിക്കുമ്പോൾ അമ്മമാരൊക്കെ ദയവായിട്ട് ശ്രദ്ധിക്കുക, അവരുടെ ദേഹത്ത് എന്തെങ്കിലും പാടുകളുണ്ടോ. അതുപോലെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക, അവിടെ തൊടരുത്, ഇവിടെ തൊടാൻ സമ്മതിക്കരുത്, തൊട്ട് കഴിഞ്ഞ് അമ്മയുടെ വന്ന് പറയണം ഇന്നയാൾ ഇതുപോലെ ചെയ്തു എന്ന് അവരെ ധൈര്യം കൊടുത്ത് അവരെ ദയവായിട്ട് ഒരുക്കുക. നമ്മുടെ മക്കളെ ഒരുക്കണം. അതുപോലെ കുഞ്ഞുങ്ങളെ ഒരു സ്ഥലത്തേക്ക് തൊട്ടപ്പുറത്തെ വീട്, നമുക്ക് അറിയുന്ന നമ്മുടെ മാമൻ്റെ വീട് അങ്ങനെയുള്ള വീടുകളൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെ ഒന്നും കുഞ്ഞുങ്ങളെ നിങ്ങൾ ദയവായിട്ട് വിടണ്ട. മാമൻ്റെ വീട്ടിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അച്ഛമ്മയോ ആരെങ്കിലും കൂടെ പോകുമ്പോൾ വിട്ട് അവർ നിങ്ങളുടെ കൺമുമ്പിൽ കൂടെ ആയിരിക്കണം അവരുടെ കളിയും ചിരിയും എല്ലാം. സന്തോഷമായിരിക്കും അവർക്ക്, അപ്പോൾ അവർ സേഫും ആയിരിക്കും. അല്ലാത്ത പക്ഷം ഒരിടത്തും നിങ്ങളുടെ മക്കൾ സേഫ് അല്ല. ദയവായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാണ്ടിരിക്കട്ടെ. ഈ ഒരു കുഞ്ഞു മോൾ അനുഭവിച്ച എന്തുമാത്രം വേദനയായിരിക്കും. 24 മണിക്കൂർ മുമ്പ് വരെ ആ ചെറിയച്ഛൻ ആ കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ കുഞ്ഞ് എന്തോ ഒരു വേദന അനുഭവിച്ചിട്ടുണ്ടാവും. 1.5 വർഷക്കാലങ്ങളായിട്ട് ആ കുഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തുറന്ന് പറയാൻ അച്ഛനില്ല, അമ്മയില്ല, അവരൊന്നും കേൾക്കാൻ പോലും നേരമില്ല. ഈ ചെറിയ കുഞ്ഞിനെ കേൾക്കാൻ പോലും, അല്ലെങ്കിൽ എന്താ പറ്റിയ കുഞ്ഞിൻ്റെ ദേഹത്തുള്ള മുറിവുകൾ കാണാൻ പോലും ഇവർക്ക് പറ്റുന്നില്ല എങ്കിൽ എന്ത് അച്ഛനും അമ്മയാണ് നിങ്ങൾ, എന്ത് പരാജയമാണ്. അപ്പോൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്ന അച്ഛൻ എന്തൊക്കെയോ പറയുന്നത്? സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ വാക്കുകളൊന്നും എനിക്ക് കേൾക്കാൻ തോന്നില്ല. അയാൾ മനസാക്ഷി തൊട്ട് പറയുന്നതാണെന്ന് എനിക്ക് തോന്നിയതേ ഇല്ല. അയാളോട് ഒരു ഇറ്റ് സഹതാപം പോലും. പല കേസിലും നമുക്ക് തോന്നാണ്ട് സഹതാപം അവരുടെ പാരൻസിൻ്റെ അടുത്ത്. കുഞ്ഞ് മരിച്ച കേസ് കേട്ടില്ല, പലപ്പോഴും എനിക്ക് സഹതാപം. അയ്യോ കുഞ്ഞ് ഇത്ര 4 വയസ്സായാലും 5 വയസ്സായ കുഞ്ഞിനെ വളർത്തി വലുതാക്കിയിട്ട് അയ്യോ കുഞ്ഞ് അകാലത്തിൽ പൊലിഞ്ഞു പോയല്ലോ എന്ന് എനിക്ക് സഹതാപം ആ പാരൻസിൻ്റെ അടുത്ത് തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് ഈ അച്ഛൻ്റെ അടുത്ത് ഒരു സഹതാപം പോലും തോന്നിയില്ല. ഇത്രയും സംരക്ഷിക്കാൻ പറ്റാത്ത ഒരാൾ ഇത്രയും കഥാപ്രസംഗം പറഞ്ഞിട്ട് എന്താണ് കാര്യം?